അനസ് മൗലവിയുടെ ഒരു പ്രവാചക കഥ കേൾക്കാം. എപ്പോഴും ഖിദ്മത്തെടുക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ പോയി ബഹുമാനത്തോടെ നിൽക്കും, വെള്ളം കൊണ്ട് കൊടുക്കും, ഒളുവിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. പാതിരാത്രിയിൽ തങ്ങളെ ഖിദ്മത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഖിദ്മത്തൊന്നും ഇപ്പോൾ ഇല്ല, വളരെ വിരളമാണ്, ആർക്കും അതിൽ താല്പര്യവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്തെടുക്കുന്ന ആ സഹാബി ഒരു ദിവസം പാതിരാത്രിയിൽ അങ്ങനെ ഖിദ്മത്തെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സ് അദ്ദേഹത്തോടൊരു അനുകമ്പ ഉണ്ടായി. അങ്ങനെയാണല്ലോ മനുഷ്യനല്ലേ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സേവിക്കുന്ന ആളുകളോട് ചില സമയത്ത് നമ്മൾ മനസ്സ് തുറന്ന് ചിലത് പ്രകടിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോടുള്ള മഹബത്തിന്റെ പേരിൽ പാതിരാത്രിയിൽ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ തരാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടോ, ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇപ്പം മദീനയിലാണ്, നീ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും ആ സഹാബി എന്താ ചോദിക്കേണ്ടത്? നബിയെ, കുറേ ദിവസമായി ഞാനിങ്ങനെ രാത്രിയും പോലെ ഇവിടെ വന്ന് ഖിദ്മത്തെടുക്കുന്നു, പുരക്ക് വാങ്ങാൻ കഴിയില്ല, കാരണം പുരക്കല പട്ടിണിയാണ്, സാമ്പത്തിക വശമാണ്, മക്കൾ പ്രായമായി, കല്യാണം കഴിഞ്ഞിട്ടില്ല, പുരയെടുക്കാൻ വിചാരിച്ചിട്ട് കുറേ കാലമായി, ഇപ്പോഴും വാടക വീട്ടിലാണ്, അതുകൊണ്ട് ഒരു പുര വേണം, കല്യാണം മുടക്കണം, ഇങ്ങനെയൊക്കെയല്ലേ പല ആവശ്യം. നമുക്ക് മനുഷ്യൻ്റെ ആവശ്യം അതൊക്കെ നല്ലതുമാണ്, കുഴപ്പമൊന്നുമല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അധികമൊന്നും ആലോചിക്കാതെ ആ പ്രിയപ്പെട്ട സഹാബി ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒന്നുമില്ല, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ പരിസരത്ത് ഇതുപോലെ വന്നു നിൽക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു ചാൻസ് എനിക്കുണ്ടാവണം. കാരണം അവിടെ അങ്ങ് മഖാമ മഹ്മൂദിലാണ്, ഉയർന്ന സ്ഥലത്താണ്, എനിക്ക് അവിടെ നിന്ന് എത്താൻ തന്നെ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഈ ചാൻസിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അങ്ങയോടൊപ്പം നാളെ സ്വർഗത്തിൽ വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടണം, അതിനൊരു ചാൻസ്, അതിനൊരു ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ കുഴങ്ങില്ലേ അല്ലേ? റസൂലുള്ള കുഴങ്ങില്ലേ? വേറെ എന്തെങ്കിലും ചോദിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ഏർപ്പാടാക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ ലളിതമായ സിമ്പിളായ ഒരു ജീവിത രീതി, അഥവാ സ്വർഗം നേടാനുള്ള എളുപ്പ വഴി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത് സഹാബിയോട്? ആയിക്കോട്ടെ, സ്വർഗത്തിൽ പോകണമല്ലേ, എൻ്റെ ഒപ്പരം പറയണമല്ലേ, ഞാൻ റൂം എടുക്കുമ്പോൾ ഒരു റൂം എനിക്ക് കൂടെ ബുക്ക് ചെയ്യണമല്ലേ, അതല്ലേ എൻ്റെ അർത്ഥം? ഞാൻ റൂം എടുക്കുമ്പോൾ ഒരു റൂം, അല്ലെങ്കിൽ ഞാനൊരു വില്ല ബുക്ക് ചെയ്യുമ്പോൾ, ഒരു ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റിന്റെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിനക്കും കൂടെ ഒരെണ്ണം ബുക്ക് ചെയ്യണമെന്നല്ലേ ഉള്ളൂ? ബുക്ക് ചെയ്യാം, ഞാനെ കൊണ്ട് ദ്വാരക്ക, ഞാൻ നിനക്ക് വേണ്ടി ദ്വാരക്ക, എൻ്റെ ഒപ്പരം കൂടിക്കോ, എൻ്റെ മുതുകിൽ പിടിച്ചാൽ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരാണ്, ഞാനിങ്ങനെ രസകരമായ എന്തെങ്കിലും തമാശ പറ്റി പറയുന്നത് കാര്യം മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ നിരാശപ്പെടുത്തിയില്ല. നീ അവനവനെ കൊണ്ട് ആവുന്നത് ചോദിച്ചാൽ മതി. നമ്മളെന്താ പറയുക സാധാരണ? അവനവനെ കൊണ്ട് പൊന്തുന്നത് ചോദിച്ചാൽ മതി, ഈ പൊന്താത്തത് ചോദിക്കാൻ മതി. എടോ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ, ഓൻ അങ്ങനെ കൊടുക്കല്ല, ഓൻ ഇത്രയും പൈസ ഒന്നിച്ചു പിടിച്ചാൽ ചിലപ്പോൾ ഓൻ്റെ നടുവ് പൂച്ചി പോകും, അതുകൊണ്ട് ഓൻ അത്രയും കൊടുക്കണ്ട. നമ്മളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞ, കാരണം ഇന്നെപ്പോലുള്ള ആളുകൾ പറ്റുന്നത് ചോദിച്ചാൽ പോരെ, ഈ പറ്റാത്തതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഹബീബായ, അതുപോലെ രണ്ടാമത്, നീ ഒന്നും പേടിക്കണ്ട, എനിക്ക് രാത്രിയൊക്കെ ഖിദ്മത്തെടുത്താണല്ലേ, എൻ്റെ ഒപ്പരം കൂടിക്കോ, ഞാൻ അവിടെ നിന്നെ പരിഗണിച്ചേക്കാം എന്നും പറഞ്ഞില്ല. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നിന്റെ സുജൂദ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരം വർദ്ധിപ്പിക്കണം, ജീവിതം നന്നാക്കണം, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ എൻ്റെ ഈ വിഷയത്തിൽ നിന്റെ ഇബാദത്ത് കൊണ്ട്, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് എന്നെ നീ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരു ശ്രമം നടത്താം, പക്ഷെ ആ ശ്രമം നടത്തുമ്പോൾ നമ്മൾ പഠിപ്പിച്ച മാർഗത്തിൽ എൻ്റെ കൂടെ നീ ഉണ്ടാകണം. ഇതാണ് ഇസ്ലാം, ഇതാണ് ദീൻ, ഇതാണ് ഖുർആൻ, ഇതാണ് നമ്മൾ ഇന്ന് 20 റക്അത്തിൽ ഓതിക്കേട്ട വിശുദ്ധ ഖുർആനിന്റെ നിയമം പഠിപ്പിക്കൽ, ജീവിതം പഠിപ്പിക്കൽ. അത് പഠിക്കണം പ്രിയപ്പെട്ടവരെ. അത് നിസ്കാരത്തിൽ മാത്രം. ഇപ്പൊ ദിക്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ദിക്ർ വേണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, നിസ്കാരം വേണം. നിസ്കാരവും ദിക്റും മാത്രം മതിയോ? അതുകൊണ്ട് നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ പൂർണ്ണമാവുമോ? നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുമോ? വിശുദ്ധ ഖുർആനിൽ മനുഷ്യരോട് പറയുന്ന സന്ദേശങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇന്നിപ്പോൾ ഒരുപാട് ആളുകളുണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് ഉറപ്പ് തരുന്നവർ, അതിനായി കാശ് വാങ്ങുന്നവർ, അതിലൊപ്പം നിന്നോ എന്ന് പറയുന്നവർ. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ അദ്ദേഹത്തെ ഖിദ്മത്ത് ചെയ്തവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നാക്കണം, സുജൂദ് വർദ്ധിപ്പിക്കണം,
സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ നിസ്കാരം മാത്രമല്ല വർദ്ധിക്കുന്നത്. സുജൂദ് കേവലം നിസ്കാരത്തിലെ ഒരു പ്രക്രിയ എന്നതിലുപരി അതൊരുപാട് അർത്ഥത്തിലുള്ള ഒരു കീഴടങ്ങലാണ്. പ്രപഞ്ചനാഥനോടുള്ള കീഴടങ്ങൽ, അഹങ്കാരത്തോടുള്ള കീഴടങ്ങൽ, ആർത്തിയോടുള്ള കീഴടങ്ങൽ, അതിരുവിട്ട ജീവിതങ്ങളോടുള്ള കീഴടങ്ങൽ, എല്ലാത്തിനും താഴെ തല താഴ്ത്തുകയാണ്. ഞാൻ തല താഴ്ത്തേണ്ടി വന്നെന്നൊക്കെ പറയത്തില്ലേ ചില സന്ദർഭത്തിൽ. ഇവിടെയെല്ലാം ഈ പറഞ്ഞ സൃഷ്ടാവിന് മുന്നിൽ താഴ്ത്തി എല്ലാ അഹങ്കാരവും, എല്ലാ അനാവശ്യങ്ങളും, എല്ലാ ആർത്തിയും ദുർചിന്തകളും എല്ലാം താഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത്.